ഗായ്സ്. സോ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സമയം ഏകദേശം ഒരു 10-10:30 കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കില്ലേ സൂപ്പ് കുടിക്കാനൊരാഗ്രഹം. അപ്പം ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കാം, ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒക്കെ നിൽക്കുകയാണ്. സോ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സൂപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്, പക്ഷേ ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ സൂപ്പ് ഉണ്ടാക്കാൻ എൻ്റെ അടുത്ത് 2 ഐറ്റം ഉണ്ട്. ഇത് നമുക്ക് സിമ്പിളല്ലേ സൂപ്പ് ഉണ്ടാക്കാൻ. സോ നമുക്ക് എന്താ പറയുക, ഇതിൽ മിക്സ്ഡ് വെജിറ്റബിൾ സൂപ്പുണ്ട്, ടൊമാറ്റോ ചട്പട്ടുണ്ട്. പിന്നെ നൈറ്റ് കുറച്ച് സ്പൈസി ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം വെച്ച് സൂപ്പ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പുറകെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു പാൻ കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, വെള്ളം നിറച്ച് അടുപ്പിൽ വയ്ക്കാം. അപ്പം ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. empty entire contents of pack into a cup or 150 ml of hot water and stir continuously to avoid lumps. Wait for only 1 minute and enjoy. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ചൂട് വെള്ളത്തിലോട്ട് ഈ സാധനം ഇട്ടാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഈ സാധനം ഡയറക്റ്റ് ഇടാൻ പോവാണ്. അപ്പം ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് സൂപ്പിൻ്റെ കറക്റ്റ് അളവൊന്നും അറിയില്ല. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇത്രയും വെള്ളമാണ് സൂപ്പിന് വേണ്ടി ആഡ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ പോയാലും വെള്ളം കുടിക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ കുടിക്കുള്ളൂ. ഈ ഒരു ഗ്ലാസ് നിറച്ച് ഞാൻ കുടിക്കൂല. അപ്പം നമുക്ക് സൂപ്പ് പ്രിപ്പയർ ചെയ്യാം. കാണുന്നുണ്ടോ നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ, കിച്ചണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാം. നമുക്ക് ഇത് പൊട്ടിച്ചിടണം. ഏതൊരു സാധനം നമ്മൾ എടുത്താലും എക്സ്പയറി ഡേറ്റ് നോക്കാം. കുറച്ചധികം നാളായി ഞാൻ സൂപ്പ് കുടിച്ചിട്ട്. അപ്പം ഞാൻ സൂപ്പ് കുടിക്കണം. ഇതിനകത്ത് എന്തൊക്കെ മസാലാസാണ് ആഡ് ചെയ്തേക്കുന്നത് ഇവരൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് മണമുണ്ട്. ഇത് ഇറ്റ്സ് ജസ്റ്റ് മസാല റൈസ്. ഇതിനകത്ത് കഷ്ണങ്ങളൊന്നുമില്ല. ഒരു സംതിങ് എന്തോലത്തെ ഒരു സ്മെൽ. ഞാൻ പോയിട്ട് മറ്റേ ഇതെടുത്തിട്ട് ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചധികം നാളായി അടുക്കള കയറിയിട്ട്. എങ്കിൽ പോലും എന്താ പറയുക, നമുക്ക് ട്രൈ ആക്കി നോക്കാം. ട്രൈ ആക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. സോ ഇത് നല്ല തിളക്കണം എന്നാണ് പറയുന്നത്. തിളച്ചായിരിക്കും, അല്ലാണ്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഈ ഞാൻ എൻ്റെ മറ്റേ ഫോണൊന്ന് താഴോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഓൾറെഡി ഞാൻ കോൺവെക്കേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇടാൻ വേണ്ടി ഒരു പുതിയ ഷൂസ് ആയിരുന്നു ഞാൻ മേടിച്ചിട്ടത്. അപ്പോൾ പുതിയ ഏത് ചെരുപ്പിട്ടാലും എൻ്റെ കാലിലെന്ന പ്രശ്നമാണ്. എൻ്റെ കാലിൽ എനിക്ക് പൊക്കി കാണിക്കാൻ പറ്റില്ല. കാലിനെത്തി ഞാൻ ബാൻഡേജ് പൊട്ടിച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ഓൾറെഡി തിളച്ചു. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ വെള്ളം ഓൾറെഡി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു സൂപ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഫുൾ ഇട്ട് കൊടുക്കാം. തട്ടി തുടങ്ങി. ഞാൻ ഈ ഒരു സൂപ്പിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം കട്ടകളൊക്കെ ഉടച്ചൊന്ന് കുറുക്കിയെടുക്കണം. സോ അങ്ങനെ നമ്മുടെ സൂപ്പായിട്ടുണ്ട്. ഈ കഷ്ണങ്ങളില്ലേ, അതിനകത്ത് കോണെന്തോ സംഭവം. ഞാനിത് കുത്തി ഉടക്കാൻ നോക്കിയിട്ട് അത് ഉടയുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ഇനി ഇത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. സോ ഞാൻ ഈ ഒരു ബോളാണ് സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. കാണുന്നുണ്ടോ അറിയില്ല നിങ്ങൾക്ക്. എല്ലാം കൂടെ വലിച്ചു വരെ കുടിക്കാനുള്ള എനിക്ക് രാത്രിയില്ല. ചിലപ്പോൾ ഞാനിത് തുപ്പിക്കളാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഞാനിത് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും വരുന്നത് പോലെ നമുക്ക് നോക്കാം. രാത്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരുട്ടൊക്കെ ആയിരിക്കും. നിങ്ങളതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അയ്യോ നല്ല ചൂടുണ്ട്. നമുക്ക് ചൂടാറിയിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നത് കുടിച്ചിട്ട് ഞാൻ പറയാം. ഞാനിത് ട്രൈ ആക്കാൻ പോവാണ്. കുറച്ചെൻ്റെ കയ്യിൽ നിന്നൊന്ന് പാളിപ്പോയിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, ഞാൻ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഇതൊന്നും ഞാൻ ചിന്തിച്ചു പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. അന്ന് ഞാൻ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന കാര്യമേ ഓർത്തില്ല. 2 ദിവസം മുന്നേ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് ഞാൻ ഉള്ളു പോകാൻ ജസ്റ്റ് സൂപ്പിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരാഴ്ചയായിട്ട് അതിനകത്ത് തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയത്. അപ്പം കുഴപ്പമില്ല. ശരിക്കുള്ള സൂപ്പിൻ്റെ ടേസ്റ്റ് മറന്നുപോയെന്നാണ് പറയാം. ഏകദേശം സാമ്യമുള്ള ഈ കടയിലാണെങ്കിൽ പോലും നമ്മൾ ഈ ഹോട്ടൽസിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴേക്കും അവർ ഇതൊക്കെ തന്നെ നമുക്ക് തരുന്നത്. അതിനകത്ത് കുറച്ച് പച്ചക്കറികൾ ആഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ ഹെൽത്തിന് നല്ലതാണെന്ന് ചോദിച്ചാൽ വലിയ നല്ലതൊന്നുമില്ല. പക്ഷേ നല്ല സൂപ്പുണ്ട്. എൻ്റെ വീട്ടിൽ മറ്റേ മട്ടൻ്റെ ഒക്കെ സംഭവം വെച്ചുണ്ടാക്കത്തില്ലേ, അതൊക്കെ പണ്ട് ഉണ്ടാക്കിയാൽ കുടിച്ചിട്ടുണ്ടോ. ഇതൊന്നും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. കഥ പറഞ്ഞിരുന്ന സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഈ സൂപ്പ് കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ശരി, ഇത്രയും. ബൈ ബൈ.